Hi guys, welcome to my YouTube channel. Today we are going to make colorful, refreshing watermelon sashimi. Okay, let's start. സോ എന്തൊക്കെയാണ് ഇതിന് വേണ്ടി നമുക്ക് നോക്കാം. ഓഫ് കോഴ്സ് വാട്ടർമെലോൺ വേണം. ഞാൻ ഇങ്ങനെ ഒരു വെജിറ്റബിൾ പീലർ എടുത്തിട്ടുണ്ട്. പീലർ യൂസ് ചെയ്ത് വാട്ടർമെലോൺ ഷേവ് ചെയ്തെടുക്കാം. പീലർ സ്ലിപ്പ് ആവാതെ ശ്രദ്ധിക്കണം. അതിനായി ആദ്യം ഒന്ന് ഫിക്സ് ചെയ്യുക, എന്നിട്ട് ഇങ്ങനെ തിൻ സ്ലൈസ് ആക്കി എടുക്കുക. ഇതുപോലെ നല്ല രസമുണ്ടല്ലേ. സോ അങ്ങനെ ഞാൻ കുറേ സ്ലൈസസ് ആക്കി ഞാൻ സെർവ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന പ്ലേറ്റിൻ്റെ സൈസിനനുസരിച്ചുള്ള അത്രയും സ്ലൈസസ്. ഹിയർ ഇറ്റ് ഈസ്. നമ്മുടെ സ്ലൈസസ് എല്ലാം നല്ല നീറ്റായിട്ട് പ്ലേറ്റിൽ ഇതുപോലെ അടുക്കി വെച്ചു. പിന്നെ നമുക്കുള്ളത് സെസമി സീഡ്സ് ആണ്, പിന്നെ സിട്രസി ഗാർലിക് സീഡ്സിന് ഇത് ഓപ്ഷണലാണ്, പിന്നെ ഇച്ചിരി ഹണി, oregano, then parmesan cheese, then some pistachios. സോ ഗൈസ്, എൻ്റെ കയ്യിൽ ഈ ഷെൽഡ് പിസ്താഷ്യോസേ ഉള്ളായിരുന്നു. സോ എനിക്കിതൊന്ന് പൗഡർ ചെയ്യണം. ഫുള്ളി പൗഡേർഡ് ഫോം വേണ്ട, ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്യുക. നിങ്ങളുടെ കയ്യിൽ ഓൾറെഡി പൗഡേർഡ് ആയിട്ടുള്ള പിസ്താഷ്യോസ് ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്യുക. പിസ്താഷ്യോസ് ഒത്തിരി ഒന്നും വേണ്ട കേട്ടോ. സോ നമുക്കിത് പെട്ടെന്നൊന്ന് ക്രഷ് ചെയ്ത് റെഡിയാക്കി എടുക്കാം. അതായത് പോലെ ഒത്തിരി ഇട്ട് പൊടിക്കേണ്ട ആവശ്യവുമില്ല. നെക്സ്റ്റ് ഈസ് മൈ ഫേവറേറ്റ് പാർട്ട്, ഹണി ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അത് ജസ്റ്റ് ഇങ്ങനെ ഈസി ആയിട്ട് ടാപ്പ് ചെയ്ത് കൊടുക്കാം. നെക്സ്റ്റ് ഞാൻ യൂസ് ചെയ്യാൻ പോകുന്നത് പാർമസാൻ ചീസാണ്. ഇതുപോലെ എല്ലാ സ്ലൈസസിലും സ്പ്രെഡ് ആവുന്ന പോലെ ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുക. നെക്സ്റ്റ് ചീസിൻ്റെ മുകളിലായിട്ട് ഞാൻ ഒർഗാനോ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇപ്പം ഒർഗാനോ അവൈലബിൾ അല്ലെങ്കിൽ ഡ്രൈഡ് മിൻറ്റ് യൂസ് ചെയ്യാം. സിട്രസി ഗാർലിക് സീസണിങ് ആണ് ഞാൻ യൂസ് ചെയ്തത്. അതില്ലെങ്കിൽ ഇച്ചിരി ലെമൺ ജ്യൂസ് ആണെങ്കിലും യൂസ് ചെയ്യാം. പിന്നീട് നമ്മൾ ക്രഷ് ചെയ്ത് വെച്ച് പിസ്താഷ്യോസ് അതിന് മുകളിലായിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. അത് കഴിഞ്ഞ് ഞാൻ യൂസ് ചെയ്യുന്നത് സെസമി സീഡ്സ് ആണ്, അല്ലെങ്കിൽ എള്ള് എന്ന് പറയും. അതിങ്ങനെ ചെറുതായി വിതറി കൊടുക്കാം. സോ ഇതാണ് നമ്മുടെ വാട്ടർമെലോൺ സഷിമിയുടെ ഫൈനൽ ലുക്ക്. ഇനി നമുക്കിതൊന്ന് കഴിച്ചു നോക്കണ്ടേ. ഒരു സ്ലൈസ് ഇങ്ങനെ റോൾ ചെയ്ത് ഞാനൊന്ന് ടേസ്റ്റ് ചെയ്തു. ഓ വാവ്, സൂപ്പർ. സമ്മർ ടൈമിൽ ട്രൈ ചെയ്ത് നോക്കാൻ പറ്റിയ ഒരു ഈസി റെസിപ്പിയാണിത്. സോ എല്ലാവരും ട്രൈ ചെയ്യുക ആൻഡ് ലെറ്റ് മീ നോ യുവർ ഫീഡ്ബാക്ക് ഇൻ കമൻറ്റ്സ്. നല്ല ചൂടായതുകൊണ്ട് എല്ലാവരും സ്റ്റേ ഹൈഡ്രേറ്റഡ് ആൻഡ് താങ്ക് യു.